Hi dear students, today we start 10th Physics Chapter 6 Vision and the World of Colors. Vision and the World of Colors. Today's topic is Eye and Vision. Eye and Vision. It is part 1 Eye and Vision. കണ്ണും കാഴ്ചയും. All of you have most welcome to our class. Watch the class in a full screen mode. It is more beneficial to you. Study notes is with you with it. Study well, watch the class well, then study well. First topic is eye. നമുക്കറിയാം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബയോളജിയുടെ ക്ലാസ്സിനകത്ത്. എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. കണ്ണിലുള്ള ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസാണ്. അവിടെ സീലിയറി മസിൽസ് ഉണ്ട്, റെറ്റിനയുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റ് ലെൻസിലൂടെ റെറ്റിനയിൽ പതിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ത്രൂ ദ പ്യൂപ്പിൾ വിച്ച് ഈസ് ദ മിഡിൽ പാർട്ട് ഓഫ് ഐറിസ്. ഐറിസിൻ്റെ മിഡിൽ പാർട്ടാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ലൈറ്റ് ഫ്രം ആൻ ഒബ്ജക്റ്റ് റീച്ചസ് ദ ലെൻസ് ഓഫ് ദി ഐറ്റ്. അവിടെ നിന്നാണ് ലെൻസിലേക്ക് നമുക്ക് ഐയുടെ ലെൻസിലേക്ക് നമുക്ക് ലൈറ്റ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത്. ക്യാൻ യു സീ ഒബ്ജക്ട്സ് അറ്റ് ഓൾ ഡിസ്റ്റൻസ്? ട്രൈ ടു റീഡ് എ ബുക്ക് ഹോൾഡിംഗ് ഇറ്റ് വെരി ക്ലോസ് ടു യുവർ നോസ്. ക്യാൻ യു സീ ദ ലെറ്റേഴ്സ് ക്ലിയർലി? വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ബുക്ക് ഈസ് മൂവ്ഡ് എവേ? At what distance from the eye can you get a clear vision? Try to measure using a meter scale. The smallest distance that you get is the least distance of distant vision. How much is this? Okay, near point. It is the nearest point at which the objects can be seen distantly. നമുക്കൊരു ഒബ്ജക്റ്റിനെ ഏറ്റവും അടുത്ത് കാണാവുന്ന, ഏറ്റവും ക്ലിയർ ആയിട്ട് ഏറ്റവും അടുത്ത് കാണാവുന്ന ആ ഒരു പോയിൻറ്റിനാണ്, നിയറസ്റ്റ് പോയിൻറ്റിനാണ് നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ദ നിയർ പോയിൻ്റ് ഓഫ് ആൻ ഐ വിത്ത് ഹെൽത്തി വിഷൻ ഈസ് 25 സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് എ വൺ വേർഡ് ക്വസ്റ്റ്യൻ. ദ നിയർ പോയിൻ്റ് ഓഫ് ആൻ ഐ വിത്ത് ഹെൽത്തി വിഷൻ ഈസ് 25 സെൻറ്റിമീറ്റർ. ഹെൽത്തി വിഷനുള്ള ഒരു പേഴ്സണിൻ്റെ നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. Like this, what is the farthest point of an eye can you see clearly? നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെയും കാണാനായിട്ട് പറ്റും. ഫൈനൽ പറയുന്നതാണ് ഫാർ പോയിൻ്റ്. ഫാർ പോയിൻ്റ് ഈസ് ദ ഫാർദസ്റ്റ് പോയിൻ്റ് അറ്റ് വിച്ച് ദ ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ഡിസ്റ്റൻ്റ്ലി. ഫാർ പോയിൻ്റ് ഈസ് ദ ഫാർദസ്റ്റ് പോയിൻ്റ് അറ്റ് വിച്ച് ദ ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ഡിസ്റ്റൻ്റ്ലി. The far point of an eye with a healthy vision is at infinity. ഇൻഫിനിറ്റി ആണ് ഒരു ഹെൽത്തി വിഷനുള്ള ഒരു പേഴ്സണിൻ്റെ ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത്. ടു ഗെറ്റ് എ ക്ലിയർ വിഷൻ ദ ഇമേജ് ഓഫ് ഒബ്ജക്ട്സ് ഫ്രം ഫാർ പോയിൻ്റ് അപ് ടു ദ നിയർ പോയിൻ്റ് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ റെറ്റിന ഇറ്റ് സെൽഫ്. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഫാർ പോയിൻറ്റിലുള്ളതാണെങ്കിലും നിയർ പോയിൻറ്റിലുള്ളതാണെങ്കിലും റെറ്റിനയിൽ തന്നെ കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. വെൻ വി ലുക്ക് അറ്റ് നിയറർ ഒബ്ജക്ട്സ്, നമ്മുടെ നിയറർ ഒബ്ജക്ട്സിനെ നോക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദ സീലിയറി മസിൽസ് റിലേറ്റഡ് ടു കോൺവെക്സ് ലെൻസ് ഇൻ അവർ ഐസ് ആർ കൺട്രാക്റ്റഡ് ആൻഡ് കർവേച്ചർ ഓഫ് ദി ലെൻസ് ഇൻക്രീസസ്. സീലിയറി മസിൽസ് നമുക്കറിയാം, നമ്മുടെ കോൺവെക്സ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട സീലിയറി മസിൽസ് ഉണ്ട് ഐക്കകത്ത്. ആ സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? കൺട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കർവേച്ചർ ഓഫ് ദി ലെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ലെൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഐയുടെ ലെൻസ് എന്ത് ചെയ്യുന്നു? കൺട്രാക്റ്റ് ചെയ്യുന്നു. കൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിച്ച് ചുരുങ്ങി ആവുക, ചെറുതാവുക. വൈ ലുക്ക് ദ ഫോക്കൽ ലെന്ത് ഡിക്രീസസ്. ആ സമയത്ത് അവിടുത്തെ ഫോക്കൽ ലെന്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയറർ ഒബ്ജക്ട്സിനെ കാണുന്ന സമയത്ത് ഫോക്കൽ ലെന്ത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. വൈ ലുക്കിംഗ് അറ്റ് ഫാർ ഒബ്ജക്ട്സിനെ കാണുമ്പോഴോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു. സീലിയറി മസിൽസ് ആർ റിലാക്സ്ഡ്. കുറേയും കൂടി ദൂരേക്ക് നോക്കണമല്ലോ.
ആൻഡ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ് ഡിക്രീസസ്. ലെൻസിൻ്റെ കർവേച്ചർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഇൻക്രീസസ്. ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. സീലിയറി മസിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫോക്കൽ ലെങ്ത് വരുന്നതെന്ന് ഓർക്കുക. സീലിയറി മസിൽസ് റിലാക്സ് ആകുന്നു. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കർവേച്ചർ ഓഫ് ദി ലെൻസ് ഡിക്രീസ് ചെയ്യുന്നു. രണ്ടും ഓർത്തിരിക്കുക. ദ എബിലിറ്റി ഓഫ് ആൻ ഐ ടു ഫോം ആൻ ഇമേജ് ഓൺ ദ റെറ്റിന ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഇൻ ദ ഐ ബൈ വേരിയിങ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ദ പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുള്ള ഒരു കപ്പാസിറ്റിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്തിനുള്ളത്? ദ എബിലിറ്റി ഓഫ് ദി ഐ ടു ഫോം ആൻ ഇമേജ് ഇൻ ദ റെറ്റിന. റെറ്റിനയിൽ ഒരു ഇമേജ് ഫോം ചെയ്യാനുള്ള നമ്മുടെ ഐക്കുള്ള കഴിവിനാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ ആയതുകൊണ്ട്? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഇൻ ദ ഐ. ഐയുടെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇമേജിനെ എവിടെ തന്നെ? റെറ്റിനയിൽ തന്നെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ? ബൈ വേരിയിങ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ്. ലെൻസിൻ്റെ കർവേച്ചറിനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് റെറ്റിനയിൽ തന്നെ ഇമേജ് കൃത്യമായിട്ട് വരുത്തുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണെങ്കിലും അതിൻ്റെ കർവേച്ചറിനകത്ത് വേരി ആക്കിക്കൊണ്ട് ഫോക്കൽ ലെങ്തിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് റെറ്റിനയിൽ തന്നെ ഒരു ഇമേജിനെ ഫോം ചെയ്യിപ്പിക്കുന്നതിനുള്ള കണ്ണിൻ്റെ കഴിവിനാണ് എന്ത് പറയുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഐ ടു ഫോം ആൻ ഇമേജ് ഓൺ ദ റെറ്റിന ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഇൻ ദ ഐ ബൈ വേരിയിങ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഹിയർ the ray diagrams of image formation in the eye are given. Where is the image formed in each case? ഫസ്റ്റ് വൺ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം റെറ്റിനയ്ക്ക് മുൻപാണ്. ഐ എന്നുള്ളതാണ് ഇമേജ്, ഒ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. റെറ്റിന എവിടെയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. റെറ്റിനയ്ക്ക് മുൻപാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കേസിനകത്താണെങ്കിൽ ഇമേജിൻ്റെ പുറകിലായിട്ട് ബിഹൈൻഡ് ദ റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ബിഹൈൻഡ് ദ റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. തേർഡ് കേസിനകത്താണെങ്കിലോ റെറ്റിന ഇറ്റ്സെൽഫ്, റെറ്റിനയിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും വേണ്ട എങ്ങനെയാണ്? റെറ്റിനയിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യേണ്ടത്. ബിഹൈൻഡ് ദ റെറ്റിനയും ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയിലും ഇമേജ് ഫോം ചെയ്യുന്നത് ഐക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്, ഐയുടെ വിഷനുള്ള പ്രോബ്ലം കൊണ്ടാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ അതർ കേസസ് ദ ഇമേജ് ഈസ് നോട്ട് ഫോംഡ് ഇൻ ദ റെറ്റിന. വൈ? എന്തുകൊണ്ടാണ് ഇമേജ് ഫോം ചെയ്യാതെ വന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന വന്നപ്പോഴും ബിഹൈൻഡ് ദി റെറ്റിന വന്നപ്പോഴും അവിടെ ചേഞ്ച് ഇൻ ദ പവർ ഓഫ് ദി ലെൻസ് ഓഫ് ദി ഐ. ഐയുടെ പവർ, ലെൻസിൻ്റെ പവറിനകത്ത് വ്യത്യാസം വന്നു. അല്ലെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദി ഐബോൾ. ഈ രണ്ട് കാര്യത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചുകൊണ്ടാണ്. ഒന്നെങ്കിൽ ഐബോളിൻ്റെ സൈസിനകത്ത് ചേഞ്ച് വന്നു, അല്ലെങ്കിൽ എന്താണ്? കണ്ണിൻ്റെ ലെൻസിൻ്റെ പവറിനകത്ത് ചേഞ്ച് വന്നു. ഈ രണ്ട് വ്യത്യാസങ്ങൾ കൊണ്ടാണ് ബിഹൈൻഡ് ദ റെറ്റിനയും ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയിലും ഇമേജസ് ഫോം ചെയ്യാനായിട്ട് കാരണമായത്. ലെറ്റ്സ് സീ ദ ഫസ്റ്റ് കേസ്. ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. O is the object, lens is here, then I is the image is formed in behind the retina. In figure A, will an image be formed on the retina when the object is at the near point? ഒബ്ജക്റ്റ് നിയർ പോയിൻറ്റിലായിരിക്കുമ്പോൾ, അത് 25 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട്. നിയർ പോയിൻറ്റിലായിരിക്കുമ്പോൾ അതിനവിടെ ഇമേജ് കാണാനായിട്ട് റെറ്റിനയിൽ തന്നെ ഇമേജ് പതിക്കുന്നുണ്ടോ? ഇല്ല. നമുക്കറിയാം ഇമേജ് വന്നിരിക്കുന്നത് എവിടെയാണ്? ബിഹൈൻഡ് ദ റെറ്റിന ആണ്. ബിഹൈൻഡ് ദ റെറ്റിനയിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിൽ ആൻ ഇമേജ് ബി ഫോംഡ് ഓൺ ദ റെറ്റിന വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഫാർ ഡിസ്റ്റൻസ്? 6.4 ബിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഫാർ പോയിൻറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമേജ് അവർക്കവിടെ റെറ്റിനയിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദിസ് ഡിഫക്റ്റ് ഓഫ് ദി ഐ ഈസ് ലോങ് സൈറ്റഡ്നെസ് ഓർ ഹൈപ്പർമെട്രോപ്പിയ. ലോങ് സൈറ്റഡ്നെസ് ഓർ ഹൈപ്പർമെട്രോപ്പിയ. Hypermetropia, long sightedness
main points are near point more than 25 centimeter. Near point is more than 25 centimeter. The reason എന്താണ്? eyeball is smaller, focal length large, power of the lens low. Focal length power of the lens inversely proportional ആണെന്ന് നമുക്കറിയാം. focal length large ആയിരിക്കും, power of the lens low ആയിരിക്കും, ഐബോൾ സ്മോളർ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഹൈപ്പർമെട്രോപ്പിയയുടെ ലോങ് സൈറ്റഡ്നെസ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇതൊരു സം ആൻഡ് സബ്സ്റ്റൻസ് ആയിട്ട് തന്നേക്കുന്നതാണ്. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്താൽ ഇതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? യൂസ് കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ കളറിൽ കാണുന്നത് ഐയുടെ ലെൻസാണ്, ബ്ലൂ കളറിൽ കാണുന്നത് നമ്മളല്ലാതെ വെക്കുന്ന കണ്ണടയിൽ വെക്കുന്ന ലെൻസാണ്. അവിടെ കോൺവെക്സ് ലെൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്താൽ ഈ ലോങ് സൈറ്റ്നെസ്, അതായത് ഹൈപ്പർമെട്രോപ്പിയ, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനെ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഹൈപ്പർമെട്രോപ്പിയ ഓർ ലോങ് സൈറ്റഡ്നെസ്. Since the image is not formed at the retina. Image is not formed at the retina. Instead of being formed at the retina, റെറ്റിനായി ഫോം ചെയ്യേണ്ടതിന് പകരം ഇമേജ് റെറ്റിനായിൽ ഫോം ചെയ്യുന്നില്ല. നിയറർ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ ക്ലിയർലി ഈവൻ ദോ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ആർ ക്ലിയർലി സീൻ. അവർക്ക് നിയർ ഒബ്ജക്ട്സ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. This defect of the eye is the long-sightedness. The near point of the eye of such a person will be at a distance of more than 25 centimeter. This defect of the eye is the long-sightedness. The near point of the eye of such a person. അവരുടെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു ഹെൽത്തി വിഷനുള്ള ഒരു പേഴ്സൻ്റെ നിയർ പോയിൻറ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. ലോങ് സൈറ്റ്നെസ് ഉള്ളവരുടെ, ഹൈപ്പർമെട്രോപ്പിയ ഉള്ളവരുടെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ലോങ് സൈറ്റ്, ആ പേരിനകത്ത് തന്നെയുണ്ട്. ലോങ് ആയിട്ടുള്ളത് അവർക്ക് കാണാൻ പറ്റും, അകലെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഐയുടെ ഡിഫക്റ്റിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ. വാട്ട് ഷാൽ ബി ദ റീസൺ ബിഹൈൻഡ് ദിസ് ഡിഫക്റ്റ്? നമ്മളിപ്പം കണ്ട ലോങ് സൈറ്റ്നെസ്സിൻ്റെ ഡിഫക്റ്റ് എന്താണ്? വാട്ട് ഷാൽ ബി ദ റീസൺ? ക്യാൻ യു ഫൈൻഡ് എ റീസൺ ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദി ഐബോൾ? സൈസ് ലാർജർ ഓർ സ്മോളർ? വി ഓൾറെഡി സെഡ് ഐബോൾ സൈസ് ഈസ് സ്മോൾ. ഐബോളിൻ്റെ സൈസ് എന്താകും? സ്മോൾ ആകും. വാട്ട് ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫോക്കൽ ലെങ്ത് ഓർ പവർ? പവർ എങ്ങനെയാണ്? പവർ ഈസ് ലോ. പവർ ലോ ആണ്. ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? ഹൈ ആണ്. ഫോക്കൽ ലെങ്ത് ഹൈ ആണ്, പവർ ലോ ആണ്. അവരുടെ ഐബോളിൻ്റെ സൈസും പവറും ലോ ആണെന്ന് ഓർത്തിരിക്കുക. സ്മോളർ ആണ്, ലോ ആണെന്ന് ഓർത്തിരിക്കുക. ഫോക്കൽ ലെങ്തിൻ്റെ പവറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏതെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത്. അപ്പം ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കുമെന്നും ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ്, മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കേസാണ് മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ്. ഫോർ സം പേഴ്സൺസ് ഈവൻ ദോ നിയർ ബൈ ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ക്ലിയർലി. നിയർ ബൈ ഒബ്ജക്ട്സ്, അടുത്തുള്ള വസ്തുക്കളെ നന്നായിട്ട് കാണാൻ പറ്റും. ദേ മേ നോട്ട് ബി ഏബിൾ ടു സീ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ അവർക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ദിസ് ഡിഫക്റ്റ് ഈസ് ദ നിയർ സൈറ്റ്നെസ്. അതിനാണ് നിയർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ദ ഫാർ പോയിൻ്റ് ഓഫ് സച്ച് പേഴ്സൺ വിൽ നോട്ട് ബി അറ്റ് ഇൻഫിനിറ്റി. അവരുടെ ഫാർ പോയിൻ്റ്, ഈ ഷോർട്ട് സൈറ്റ് ഉള്ളവരുടെ അല്ലെങ്കിൽ നിയർ സൈറ്റ്നെസ് ഉള്ളവരുടെ, നിയർ സൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് സൈറ്റ് തന്നെയാണ്. അവരുടെ ഫാർ പോയിൻ്റ് ഒരിക്കലും ഇൻഫിനിറ്റിയിലായിരിക്കില്ല. ഇറ്റ് വിൽ ബി അറ്റ് എ ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഐയിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഡിസ്റ്റൻസിലായിരിക്കും. ദിസ് ക്യാൻ ബി ഓവർകമ്മിങ് ബൈ യൂസിങ് കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റ്നെസ് ഓർ ഷോർട്ട് സൈറ്റ് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് നിയർ സൈറ്റ്നെസ് ഓർ ഷോർട്ട് സൈറ്റ് ഓർ മയോപ്പിയ. ഇവിടെ നമുക്ക് നോക്കിക്കേ,
അവരുടെ നിയർ റെറ്റിനയിലാണോ ഉണ്ടായിരിക്കുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയിലാണ് അവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് ഈ ഡിഫക്റ്റ് ഉള്ളവരുടെ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇമേജ് ആണ്. എവിടെയായിരുന്നു ശരിക്കും വരേണ്ടത്, റെറ്റിനയിലായിരുന്നു വരേണ്ടിയിരുന്നത്. അതിന് പകരം അവർക്ക് ഫോം ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിനയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാർ പോയിൻ്റ് അറ്റ് ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഐ, ഐയിൽ നിന്ന് ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസിനപ്പുറമായിരിക്കും അവരുടെ ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫാർ സൈറ്റ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ലോങ് സൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐബോൾ ഈസ് ലാർജ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റൊന്ന് ഓർക്കുക. ഐബോൾ ഈസ് ലാർജ്, നിയർ സൈറ്റ്നെസ്സിനകത്ത് ഐബോൾ ലാർജ് ആകും, ഫോക്കൽ ലെന്ത് സ്മോൾ ആകും, പവർ ഓഫ് ദി ലെൻസ് ലാർജ് ആകും. ഐബോള് ലാർജാണ്, ഫോക്കൽ ലെന്ത് സ്മോൾ ആണ്, പവർ ഓഫ് ദി ലെൻസ് എന്ന് പറയുന്നത് ലാർജാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, യൂസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. നമുക്കിവിടെ കാണാം, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന കോൺകേവ് ലെൻസാണ്. അങ്ങനെ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെറ്റിനയിൽ തന്നെ ഇമേജ് ക്ലിയർ ആയിട്ട് പതിപ്പിക്കാനായിട്ട് സാധിക്കും. ദിസ് ക്യാൻ ബി ഓവർകം ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. സ്യൂട്ടബിൾ പവർ ഉള്ളൊരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിയർ സൈറ്റ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്നുള്ളത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ പേരിനകത്ത് തന്നെ ഓർക്കാം, നിയർ സൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ നിയർ ആയിട്ടുള്ള വസ്തുക്കളെ അവർക്ക് കാണാം, അകലെയുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റത്തില്ല. ഷോർട്ട് സൈറ്റ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റും, ലോങ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കത്തില്ല. മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, അതിനകത്ത് മയോപ്പിയ ഉള്ള ചെറുതെന്ന് ഓർക്കുക. നെക്സ്റ്റ് ഈസ് പവർ ഓഫ് എ ലെൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിലൊക്കെ ഐ ഹോസ്പിറ്റലിലൊക്കെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലമായിട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ലെൻസിൻ്റെ ഇതവർ കുറിച്ച് തരുന്നതായിട്ട് കണ്ണിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വെൻ എ പേഴ്സൺ സഫറിങ് ഫ്രം പ്രോബ്ലം ഇൻ വിഷൻ മെറ്റ് എ ഡോക്ടർ, ഹി റോട്ട് ഹിസ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ്: +1.5D, -2D. വാട്ട് വാസ് ദ ഡോക്ടർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡി എന്നുള്ളത് ഡയോപ്റ്ററാണ്, പവറിൻ്റെ യൂണിറ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ 1.5, 2 എന്നുള്ളത് എന്താണ്, നമ്പർ തന്നിരിക്കുന്നത് അതിൻ്റെ പവറാണ്. എത്ര പവറുള്ള ലെൻസ് ഉപയോഗിക്കണമെന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 1 പവറുള്ള ഡയോപ്റ്റർ മീറ്ററിലാണ് പറയുന്നതെന്നറിയാം. ഫോക്കൽ ലെന്തിൻ്റെ യൂണിറ്റാണ്, പവറിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ. ഫോക്കൽ ലെന്തിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുള്ള ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം 1.5 പവറുള്ള അല്ലെങ്കിൽ -2 പവറുള്ള ലെൻസ് ഉപയോഗിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ആർ ദ ടൈപ്പ് ഓഫ് ലെൻസ് പ്രിസ്ക്രൈബ്ഡ് ഹിയർ? ഏത് ടൈപ്പ് ഓഫ് ലെൻസാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, +1 കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ കോൺവെക്സ് ലെൻസാണെന്ന് ഓർത്തിരിക്കുക. -എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക കോൺകേവ് ലെൻസാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഞാനൊരു ബ്ലണ്ടറായിട്ടുള്ള ഒരു മെമ്മറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കോൺകേവ് ഓർത്തിരിക്കാനായിട്ട്. കെറിവിച്ചിരിക്കുമ്പോൾ മുഖം എപ്പോഴും നെഗറ്റീവായിരിക്കും. അപ്പം നെഗറ്റീവ് കോൺകേവ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം കോൺകേവ് ലെൻസാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് -2 എന്നിട്ടേക്കുന്നത്. കോൺവെക്സ് ലെൻസാണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് +1 ഇട്ടേക്കുന്നത്. അപ്പം +1.5D എന്ന് പറഞ്ഞാൽ എന്താ, 1.5 ഫോക്കൽ ലെൻസ് ഡയോപ്റ്റർ ഫോക്കൽ ലെൻസ് ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. -2D എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, -2 ഫോക്കൽ ലെന്ത് ഉള്ള പവർ ഉള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് പ്രസ് ബയോപ്പിയ. പ്രായമായവരിലൊക്കെ കാണുന്ന, എൽഡർലി പീപ്പിളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു ഡിഫക്റ്റാണ് പ്രസ് ബയോപ്പിയ. ഫോർ എ ഹെൽത്തി വിഷൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിൻ്റ്? നമ്മൾ പഠിച്ചതാണ്. എത്രയാണ് നിയർ പോയിൻ്റ് ഹെൽത്തി വിഷന്? 25 സെൻറ്റിമീറ്റർ ആണ്. ഫോർ എൽഡർലി പീപ്പിൾ ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിൻ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ. എൽഡർലി പീപ്പിളിൽ ഈ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലായിട്ട് വരും.
ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിമിനിഷിങ് എബിലിറ്റി ഓഫ് ദി സീലിയറി മസിൽസ്. സീലിയറി മസിൽസിൻ്റെ ഡിമിനിഷിങ് എബിലിറ്റി കൊണ്ടാണ്, അവൻ്റെ കപ്പാസിറ്റി കുറയുന്നതുകൊണ്ടാണ്, പ്രായമാകുമ്പോൾ മസിൽസൊക്കെ ചുരുങ്ങി അതിൻ്റെ കപ്പാസിറ്റി കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഫോർ സച്ച് പീപ്പിൾ ദ പവർ ഓഫ് അക്കോമഡേഷൻ വിൽ ബി ലെസ്. അവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ കുറവായിരിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. പ്രസ്ബയോപ്പിയ പ്രായമായ ആളുകളിൽ വരുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അവരുടെ നിയർ പോയിൻറ്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അവരുടെ സീലിയറി മസിൽസിൻ്റെ കപ്പാസിറ്റി പോകുന്നതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക, അതായത് ലോങ് സൈറ്റഡ്നെസ്സിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്ന കോൺവെക്സ് ലെൻസ്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ റെമഡി എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്ത് എന്നാണ് നമ്മളതിന് മലയാളത്തിൽ പറയുന്നത്. പ്രായമായവർക്കൊക്കെ വരുന്ന വെള്ളെഴുത്ത് എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ ഹെൽത്തി വിഷൻ എന്ന് പറയുന്നത് ഹെൽത്തി വിഷൻ്റെ നിയർ പോയിൻറ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. ഈ എൽഡർലി പീപ്പിളിൽ പ്രസ്ബയോപ്പിയ ഉള്ളവരിൽ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ ആവും. ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ ആവും. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡിമിനിഷിങ് എബിലിറ്റി ഓഫ് സീലിയറി മസിൽസ്. സീലിയറി മസിൽസിൻ്റെ ഡിമിനിഷിങ് എബിലിറ്റിയാണ്. പവർ ഓഫ് അക്കോമഡേഷൻ വിൽ ബി ലെസ്. അവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യൂസ് കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രസ്ബയോപ്പിയയുടെ സൊല്യൂഷനായിട്ടുള്ളത്, റെമഡി ആയിട്ടുള്ളത്. ഇനി നമ്മൾ പഠിച്ച 3 എണ്ണം കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലോങ് സൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ മെട്രോപ്പിയ, നിയർ സൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോപ്പിയ, പ്രസ്ബയോപ്പിയ എൽഡർലി പീപ്പിളിൽ വരുന്നത്. ലോങ് സൈറ്റ്നെസ്സിനകത്ത് എങ്ങനെയാണ്, സി ഫാർ, ആ പേരിനകത്ത് തന്നെയുണ്ട്, ഫാർ ആയിട്ടുള്ളത് കാണാൻ പറ്റും, കനോട്ട് സീ നിയർ ഒബ്ജക്ട്സ്. നിയർ സൈറ്റ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ സി നിയർ, അടുത്തുള്ളത് കാണാൻ പറ്റും, കനോട്ട് സീ ഫാറായിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കില്ല. പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽഡർലി പീപ്പിളിൽ വരുന്നതാണ് പ്രസ്ബയോപ്പിയ. ലോങ് സൈറ്റിനകത്ത് നിയർ പോയിൻ്റ് എങ്ങനെയായിരിക്കും, നിയർ പോയിൻ്റ് ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ ആണ്. ലോങ് സൈറ്റ്നെസ്സും പ്രസ്ബയോപ്പിയയും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ടോ നോക്കുക. ലോങ് സൈറ്റ്നെസ്സിൻ്റെ നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ ആണ്. പ്രസ്ബയോപ്പിയയുടെയും നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി നിയർ സൈറ്റ്നെസ്സിൻ്റെ എന്ന് പറയുമ്പോൾ ഫാർ പോയിൻ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റിയേക്കാളും കുറവായിരിക്കും അവരുടെ ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഫാർ പോയിൻറ്റിനാണ് വ്യത്യാസം, അതിൻ്റെ ഇൻഫിനിറ്റിയേക്കാളും കുറവായിരിക്കും. ഇനി ലോങ് സൈറ്റ്നെസ് ഉള്ളവരുടെ ഐബോൾ സ്മോൾ ആയിരിക്കും, ഫോക്കൽ ലെന്ത് ലാർജ് ആയിരിക്കും, പവർ ഓഫ് എ ലെൻസ് സ്മോൾ ആയിരിക്കും. നിയർ സൈറ്റ്നെസ് ഉള്ളവരുടെയോ ഐബോൾ ലാർജ് ആയിരിക്കും, ഫോക്കൽ ലെന്ത് സ്മോൾ. പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. പ്രസ്ബയോപ്പിയ ഉള്ളവരുടെ ഡിമിനിഷിങ് എബിലിറ്റി ഓഫ് ദി സീലിയറി മസിൽസിൻ്റെ ഡിമിനിഷിങ് എബിലിറ്റിയാണ്. ലോങ് സൈറ്റ്നെസ്സിനും നിയർ സൈറ്റ്നെസ്സിനും ഐബോളിന് വരുന്ന പ്രോബ്ലം ഫോക്കൽ ലെന്തിൽ വരുന്ന ഡിഫറൻസും ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ലോങ് സൈറ്റും പ്രസ്ബയോപ്പിയയും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യാം, നിയർ സൈറ്റ്നെസ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഐ ഡൊണേഷൻ ആണ്. ഐ ഡൊണേഷൻ ഈസ് വൺ ഓഫ് ദി നോബ്ലസ്റ്റ് ഡൊണേഷൻ. ഏറ്റവും മഹത്തായ ഒരു ഇതാണെന്ന് പറയുന്നതാണ്, കർമ്മമാണ്, ദാനം ചെയ്യലാണ് ഐ ഡൊണേഷൻ എന്ന് പറയുന്നത്. വി ക്യാൻ ബ്രിങ് അറ്റ്ലീസ്റ്റ് എ ഫ്യൂ പീപ്പിൾ വിത്ത് ഇംപെയർഡ് സൈസ് ഐസൈറ്റ് ബാക്ക് ടു ദ വേൾഡ് ഓഫ് വിഷൻ ത്രൂ ഡൊണേഷൻ ഓഫ് കോർണിയ. ഐ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഐ മുഴുവനായിട്ടല്ല കൊടുക്കുന്നത്, ഐയുടെ കോർണിയ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ കോർണിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കണ്ണ് കാണാനായിട്ട് സാധിച്ചിട്ടില്ലാത്ത, പുറം ലോകത്തെ കാണാൻ സാധിക്കത്തില്ലാത്ത മക്കൾക്ക് അത് കാണാനായിട്ട് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലായിട്ട് കിട്ടും. Any people of any age can donate eyes. That is the main important problem, main important situation. Any people of any age, ഏത് പ്രായത്തിലുള്ളവർക്കും അവരുടെ ഐ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഐ മാത്രമാണ് ജന്മനാ തന്നെ അതിൻ്റെ പെർഫെക്ഷനില്ല, അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്. അപ്പം ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും ഐ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
എക്സെപ്ഷൻ ഈസ് ദ കോർണിയ ഓഫ് ദോസ് പീപ്പിൾ ഹാവിങ് സർട്ടൺ ഡിസീസസ്. ചിലരുടെ കോർണിയയ്ക്ക് എന്തെങ്കിലും ഡിസീസസ് ഉള്ളവരുടെ കോർണിയ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ലാത്തത് ഉള്ളൂ. The cornea of the donor should be harvested within 6 hours of death. മരിച്ച് 6 മണിക്കൂറിനുള്ളിൽ അവരുടെ കോർണിയ അവരുടെ ബോഡിയിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നിട്ടത് ഐ ബാങ്കൊക്കെ ഉണ്ട്, ഐ ബാങ്കിലേക്ക് മാറ്റിക്കോളും. അവിടെ അത് സൂക്ഷിച്ച ശേഷം അത് ആർക്കാണോ ചേരുന്ന രീതിയിലുള്ള വ്യക്തിക്ക് എല്ലാ തരത്തിലും സ്യൂട്ടബിളായിട്ട് വരുന്ന വ്യക്തിക്ക് അത് കൈമാറി അവരെ കാഴ്ചയുടെ ലോകത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ത്രൂ ഐ ഡൊണേഷൻ ദോസ് ഹൂ ഹാവ് ക്ലോസ്ഡ് ദെയർ ഐസ് ഫോർ എവർ ക്യാൻ ലൈറ്റ് അപ്പ് അതേഴ്സ് ലൈവ്സ്. അതായത് എന്നേക്കുമായിട്ട് ലോകത്തിൻ്റെ മുൻപിൽ കണ്ണടഞ്ഞു പോയവർക്ക്, കാഴ്ച കണ്ടിട്ടില്ലാത്തവർക്ക്, ലോകം കണ്ടിട്ടില്ലാത്തവർക്ക് കാഴ്ചയുടെ ഒരു ലോകത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയൊരു ദാനമാണ്. മരണശേഷമാണ് നമ്മൾ ഐ ഡൊണേഷൻ കൊടുക്കുന്നത്. കോർണിയയാണ് കൊടുക്കുന്നതെന്നുള്ളത് അവർക്ക് 6 അവേഴ്സിനുള്ളിൽ എടുക്കണം. ഐയുടെ കോർണിയ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ഭാഗമാണ്. ആ കോർണിയ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഐ ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മരണശേഷം ഐ ഡൊണേഷൻ കൊടുത്താൽ നമ്മുടെ കണ്ണ് അവിടെ ഇല്ലെന്നൊന്നും ആരും ഓർക്കണ്ട. നമ്മൾ കണ്ണില്ലാത്തതായിട്ട് മനസ്സിലാകത്തു പോലുമില്ല. അകത്തുള്ള കോർണിയ മാത്രമേ എടുക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ക്ലാസ്. ഇഫ് യു ലൈക്ക് ദ ക്ലാസ്, if you beneficial for this class, please like and comment. Also share the video to your friends also. Thank you so much. God bless you.